ഹലോ എവ്രി വൺ. ഫസ്റ്റ് ഓഫ് ഓൾ വെൽ പ്ലേഡ് ഇംഗ്ലണ്ട്. പിന്നെ ഇനി പറയാനുള്ള അർജന്റീനയോടാണ്. നിങ്ങൾ എന്താണ് മനുഷ്യനെ ടെൻഷൻ അടിപ്പിച്ച് കൊല്ലുക? ഓ, പകുതി ആരാധകർ ഇങ്ങനെയാണ് കളിയെങ്കിൽ അറ്റാക്ക് ഒന്നും വലിക്കും ഫൈനലിൽ സത്യമായിട്ടും. ഓ എന്റെ പൊന്നെ, ഈ 80-ാം മിനിറ്റ് വരെ എന്തിനാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോണത്? അതിന് മുന്നേ വരേക്ക് ഗോൾ അടിക്കാൻ പാടില്ലേ? അല്ല, പിന്നെ ഇംഗ്ലണ്ട് നന്നായിട്ട് കളിച്ചു കേട്ടോ, അത് നമ്മൾ മറക്കരുത്. നല്ലൊരു ടൈറ്റ് കളി കാണണം എന്ന് വിചാരിച്ച് തന്നെ ഇരുന്ന് എനിക്ക് കിട്ടിയത്. ഓ എന്റെ പൊന്നെ. അല്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഇതിനോട് പൊരുത്തപ്പെടണം. കാരണം നോക്കൗട്ട് തൊട്ട് അർജന്റീന ഇങ്ങനെയാണ് കളിക്കുന്നത്. പിന്നെ ഒരാളോടൊന്ന് കാര്യം പറയാനുണ്ട്. എന്റെ മെസ്സി എന്നാ എന്തുവാ നിങ്ങള്? ഓ, അങ്ങേര് ഗോൾ അടിക്കാൻ എനിക്ക് തോന്നുന്നു നോക്കിയത് 2-3 തവണയാണ്. ബാക്കിയൊക്കെ എന്നാ ശരി, ഞാൻ അസിസ്റ്റ് കൊടുക്കാം. എന്തുവാ ഇത്? ആൻഡ് എൻസോ ഫെർണാണ്ടസ് പുള്ളിയുടെ ഒരു കുറെ നേരമായിട്ടുള്ള ട്രൈ ചെയ്ത് ലാസ്റ്റ് അണ്ണൻ ഒരു അസിസ്റ്റ് കൊടുത്ത്, മെസ്സി ഒരു അസിസ്റ്റ് കൊടുത്ത്, പുള്ളി ഒരു കിഡിലും ഗോൾ അടിച്ച് ലോങ് റേഞ്ചർ കുറെ നേരമായിട്ട് പണിഞ്ഞ്, പക്ഷെ കിട്ടി. പിന്നെ പറയേണ്ട വേറൊരാളുണ്ട്, ഇംഗ്ലണ്ടിന്റെ ഗോൾ കീപ്പർ പിക്ഫോർഡ്, അങ്ങനെയാണെന്ന് തോന്നണം, എനിക്ക് പേര് കറക്റ്റായിട്ട് പിടികിട്ടിയില്ല. പുള്ളിയുടെ സേവ് നല്ല എണ്ണം പറഞ്ഞ 3 പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് പുള്ളി സേവ് നടത്തി. ഓ, പറയാനില്ല. നമ്മുടെ മെക്കലിസ്റ്ററും പിന്നെ നിക്കോ ഗോൺസാൽവസും ഇവരൊക്കെ മരിച്ചു കിടന്ന് ഹെഡ് ചെയ്തിട്ടും പുള്ളി സിമ്പിളായിട്ട് ഇത് തട്ടിക്കളഞ്ഞു. അല്ലെങ്കിൽ നേരത്തെ അർജന്റീന ലീഡ് എടുത്തേനെ. പക്ഷേ ഓവറോൾ ടോട്ടലി ഗെയിമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ ഹാഫ് ഇംഗ്ലണ്ടിന്റെ ഗെയിം ആയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും അർജന്റീന കുറച്ച് ടൈറ്റ് ആകാൻ തുടങ്ങി. അത് അപ്പോഴാണ് ഗോൾ വീണത് കേട്ടോ. അവിടെ നിന്നൊരു ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്നാണ് ഗോൾ വീണത്. പക്ഷെ അത് കഴിഞ്ഞ് ഇംഗ്ലണ്ട് ഒരു ഡിഫൻസിലേക്ക് പോയി. എന്തിനാണോ എന്തരോ അവിടെയാണ് അവര്, എനിക്ക് തോന്നുന്നു, കുറച്ച് എന്താ പറയാ, കുറച്ച് ഡിഫൻസീവിലേക്ക് പോയതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അവർ തോറ്റതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നെ അർജന്റീന ടൈറ്റായി, ഭയങ്കര ടൈറ്റായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 21 കളിക്കാരും ഇംഗ്ലണ്ടിന്റെ ഹാഫിലുണ്ടായിരുന്നു. ഇവിടെ എമിലിയാനോ മാർട്ടിനസ് ഇപ്പുറത്തെ ഗോൾ പോസ്റ്റിൽ വെറുതെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കുമായിരുന്നു. ഇടയ്ക്ക് ചെറിയ മണ്ടത്തരങ്ങളൊക്കെ സംഭവിച്ചു കേട്ടോ, പിന്നെ ഭാഗ്യം കൊണ്ട്. പിന്നെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പെയിനായിട്ടുള്ള കളി ഞാൻ എങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് കാണും? പോട്ടെ, ഞാനെന്നല്ല, എന്നെ പോലെയുള്ള രണ്ട് ടീമിനെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എങ്ങനെ സമാധാനത്തോടെ കാണും? രണ്ടുപേരും 90 മിനിറ്റിൽ കളിക്കുന്ന ടീമുകളാണ്. ഇത് ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ ഇതിനാണ് ലാസ്റ്റ് മിനിറ്റ് വരെ പോകണം. മര്യാദയ്ക്ക് ആദ്യമേ ഗോൾ അടിച്ച് കുറച്ച് എന്താ പറയാ, സമാധാനപൂർണ്ണമായിട്ട് കൊണ്ടുപോകൂടെ കളി? ഇങ്ങനെയാണ് എനിക്കറിയാൻ പാടില്ല. എന്താണേലും 19-ാം തീയതി നമുക്ക് ന്യൂയോർക്കിലെ ന്യൂജേഴ്സിയിൽ കാണാം. തമ്പുരാൻ അറിയാം. ഓ എന്റെ ദൈവമേ.